നല്ല തിക്കാണ്ടോ അവരെ നോക്കട്ടെ നോക്ക്. ഇതെനക്ക് പിന്നെയും പിടിക്കാം. ബഹാ ട്രിപ്പിൽ അടുത്തത് നമ്മൾ ഹൈറ വാട്ടർഫോൾ കാണാനായിട്ട് നല്ല അടിപൊളി ഇത് കണ്ടോ, വഴികളുടെ ഇത് കണ്ടോ, കയറ്റവും അതുപോലെ തന്നെ ഇറക്കം കണ്ടോ. നല്ല അടിപൊളിയായിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ച് ഞങ്ങൾ അങ്ങ് ചെന്നപ്പം ഞങ്ങളൊരു റെസ്റ്റ് കൊടുത്തേക്കാണ് ടിനൂബായിക്ക്. നമ്മളെ വേണ്ട ചെക്കൻ അങ്ങനെ വെറും ഈസി ആയിട്ടല്ലേ പുല്ല് പോലല്ലേ കയറി വന്നത്. അതാണ് അപ്പം നല്ല അടിപൊളി കാലാവസ്ഥയും ഒക്കെ ആയിട്ട് നമ്മുടെ ഹൈറ വാട്ടർഫോൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കാണാനായിട്ടാണ് നമ്മൾ ഈ ഒരു വഴിയിലൂടെ വരുന്നത്. അപ്പം നല്ല ത്രില്ലടിച്ചുള്ള ഡ്രൈവിങ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പ്രദേശത്തൂടുള്ളൊരു യാത്ര നമുക്ക് വേണം. ഇതുകൊണ്ടോ വലിയ എന്താ പറയേണ്ടത്, പർവ്വതം പോലത്തെ മലകളൊക്കെ താണ്ടിയാണ് നമുക്ക് ഹൈറ വെള്ളച്ചാട്ടത്തിലോട്ട് പോകേണ്ടത്. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. വേണ്ടേ താഴോട്ട് നോക്കി വേണ്ട ഈ ഒരു സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പം അങ്ങോട്ടുള്ള യാത്രകളാണ്. അപ്പം നമുക്കിതാ നമ്മളെല്ലാവരും വേണ്ടി യാത്രകൾ ഇരിക്കുകയാണ്. ഈ ഒരു ത്രില്ലടിച്ചുള്ള ഡ്രൈവിംഗ് ആണ് എനിക്ക് ഇഷ്ടം. ഇത് കണ്ടോ നല്ല കുന്നും പുറത്തോട്ടുള്ള വഴി, അതുപോലെ തന്നെ ഇത് കണ്ടോ അഗാധ കുഴിയിലോട്ടുള്ള തിരിച്ചുള്ള ഇറക്കവും. അപ്പോൾ നമുക്ക് ഹൈറ വെള്ളച്ചാട്ടത്തിലോട്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടരാം. നമ്മളിത് ഹൈറ വാട്ടർഫോൾസിൻ്റെ മുകളിലുള്ള ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കാണാനായിട്ട് അങ്ങനെ വലിയ സാഹസികമായിട്ടുള്ള യാത്രകളൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അതിനുള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനത്തെ ഈ പട്ടിയും പൂച്ചയൊക്കെ കൊണ്ടാണ് ഇവിടെ കാണാനും കാഴ്ചയ്ക്കൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിത് ആ പാർക്കിലാണ് ഫസ്റ്റിൽ എത്തിയിരിക്കുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റിൽ എനിക്ക് വയ്യായേ. ഇത് കണ്ടോ പച്ച ഇട്ട പച്ചക്കിളി കണ്ട ഒരു മതിലിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നു. ഈ സൈഡിലൊക്കെ കണ്ടോ നല്ല അടിപൊളി ചെടികളൊക്കെ വെച്ച് നല്ല അതിമനോഹരമാക്കിയിരിക്കുന്ന പാർക്ക്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളും കാണാം. ഹൈറ വാട്ടർഫോളിൻ്റെ പാർക്കിലാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. നമ്മൾ വേണ്ട ഗ്ലാസ് ബ്രിഡ്ജ് കയറാനായിട്ട് നോക്കാം. അപ്പം പുതുതായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് ഫ്രീ ആയിരുന്നു. അപ്പം മറ്റേ ബ്രിഡ്ജ് നമുക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ചെറിയ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം, ടിക്കറ്റ് പ്രൈസൊക്കെ എത്ര ആണെന്നും ഒക്കെ. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ കണ്ടായിരുന്നു, ഒരു ഗ്ലാസിൻ്റെ. അപ്പുറത്തോട്ടുള്ളത് പുതിയതായിട്ട് ആക്കിയിരിക്കുന്നതാണ്. അതായത് നമുക്കതിൻ്റെ ടിക്കറ്റ് ഫോർ ചിൽഡ്രൻ 20 റിയാല്, ഫോർ അഡൾട്ട് 35 റിയാലാണ് ബ്രിഡ്ജിന് കയറാനായിട്ടുള്ള ടിക്കറ്റ്. ഇത് കണ്ടോ, ഇതാണ് ടിക്കറ്റ് പ്രൈസ് ഇവിടെ ഉണ്ട്. അഡൾട്ടിന് 35 റിയാല്, ചിൽഡ്രന് 20 റിയാൽ. ഇത് പുതിയതായിട്ട് ഈ ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഈ ചെറിയൊരു ഇതാണ് അൽഹൈറ വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ ആ വെള്ളമുള്ള സമയത്ത് ഇത് കണ്ടോ ഇവിടെ നല്ല മനോഹരമായിട്ട് നമുക്കിതിൻ്റെ താഴെ നിന്ന് ഇതിൻ്റെ വ്യൂ ഒക്കെ കാണാം. അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഈ ചെറിയൊരു പോർഷൻ അവർ ഈ ഒരു സ്റ്റൈലായിട്ട് ഇങ്ങനെ ചെയ്തേക്കാണ്. ഇനി നമ്മൾ മറ്റേ ഈ ഒരു ബ്രിഡ്ജിനാണ് നമ്മൾ ഈ 20 റിയാൽ ചിൽഡ്രനും 35 റിയാൽ അഡൽട്ടിനും കൊടുത്ത് നമ്മൾ അപ്പുറം വരെ നടന്ന് അങ്ങനെ പോയി തിരിച്ച് ഇവിടെ തന്നെ വരാം. അതാണ് ഇതിൻ്റെ ഇത്. അതുപോലെ തന്നെ ഈ വാട്ടർഫോളിൻ്റെ ഇത് വേണം. നല്ല മഴ സമയത്തെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇവിടെ വെള്ളം താഴോട്ട് കുതിച്ച് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നിന്നുള്ള വ്യൂവും നമുക്കിവിടുന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഈ ഒരു പാർക്കിലെ പുതിയൊരു സെറ്റപ്പ്. ഇതാണ്. അങ്ങനെ ഞങ്ങൾ പാലം കയറുന്നു.
ആദ്യ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലേ ഇങ്ങോട്ട് എടുത്ത് അമ്മയെ എടി 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 പിടിച്ചിരുന്ന മക്കളെ. നല്ല തിക്കാണ്ടോ അവരെ നോക്കട്ടെ നോക്ക് എനിക്ക് പേടിയാണ് മറ്റേക്കാണെങ്കിൽ പേടിയുണ്ട് നോക്കുമ്പോ വേണ്ടേ ഐസ്ക്രീം കണ്ടു. വണ്ടിയുടെ അടുത്ത് എല്ലാവരും കൂടെ കൂടിയേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു നല്ല തണുപ്പത്ത് ഐസ്ക്രീമൊക്കെ മേടിച്ച് തകർക്കുകയാണ്.